Yo, va. They come. Okay, good boy. Lay sit. Lay sit. Lay down. Lay down. ഇവൻ ജന്മഷിപ്പ്യാൻ്റെ ഇനത്തിൽ പെടുന്നതാണ്. ഞങ്ങൾക്ക് 32 ദിവസമായപ്പോഴത്തേക്കാണ് ഇവനെ കിട്ടിയത്. എനിക്ക് ഇവനെ പോലെ ഒരാളെ വളർത്തണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ പോയി എടുത്തത്. പിന്നെ കൊണ്ടുവന്ന് കുഞ്ഞിലേ തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി അവനെ പരിപാലിച്ച് പോയി. ബുഷ്കോട്ട് ഇനത്തിൽപ്പെട്ടവരായിട്ടാണ് ഇവൻ. അധികം മുടിയൊന്നും ഇല്ലാത്തവരായിട്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം ട്രെയിനിങ്ങിന് വിട്ടു. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അവൻ ചെയ്യുന്നുണ്ട്. പിന്നെ അധികം ബഹളമൊന്നുമില്ല. പിന്നെ ഇതുവരെയും പുറത്തുള്ളവരുമായിട്ട് അവൻ അധികം മിങ്കിൾ ചെയ്തിട്ടില്ല. വീട്ടിലുള്ള ഇത് തന്നെ. പിന്നെ രാവിലെ ഒരു കവർ പാൽ ഞാൻ കാച്ചി അവന് മാത്രമായിട്ട് വെച്ച് കൊടുക്കും. പിന്നെ ഈവനിങ്ങിന് ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നതിന് ശേഷം വരുന്ന വഴിക്ക് ബീഫിൻ്റെ വേസ്റ്റ് മേടിച്ചുകൊണ്ട് വന്ന് അവന് മാത്രമായിട്ടൊരു ഇതിൽ ഇട്ട് വേവിച്ച് അവന് തന്നെ കൊടുക്കും. പെഡിഗ്രി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പെഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര സൈസായി പോയപ്പോഴാണ് ഒരു അസുഖം വന്നപ്പോഴത്തേക്ക് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് അത് കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെഡിഗ്രി ഇപ്പം കുറച്ച് കൊടുക്കാറുണ്ട്. രാവിലെ മോർണിംഗിൽ ഞാൻ വാക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് കൊടുക്കും. പിന്നെ കൊടുക്കുന്നത് വെച്ചാൽ പാലും പിന്നെ മുട്ട കൊടുക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ച് ഇവന് ഓരോ മുട്ട രാവിലെയും വൈകിട്ട് മുട്ട കൊടുക്കുമായിരുന്നു. അതെല്ലാം നിർത്താൻ പറഞ്ഞു. പിന്നെ കോഴി ഇറച്ചി കൊടുത്തപ്പോഴത്തേക്ക് അവനെന്തോ വയറിനെന്തോ ഒരു സുഖമില്ലാതെ വന്ന് അങ്ങനെ പിന്നെ കോഴി ഇറച്ചി സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയാണ് ബീഫിലോട്ട് മാറിയത്. അപ്പം ഞങ്ങൾ ട്രെയിനിങ്ങിന് വിട്ടപ്പോഴത്തേക്ക് പറഞ്ഞ സാറ് തന്നെ പറഞ്ഞു ബീഫിൻ്റെ വേസ്റ്റ് തന്നെ കൊടുത്താൽ മതിയെന്ന്. ഫാമിലി മെമ്പേഴ്സുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടും പിന്നെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ വരുമ്പോഴത്തേക്ക് അവരുമായിട്ടൊക്കെ നോക്കുന്നതല്ലാതെ അവരെ മുമ്പ് ഞാൻ ഇതുവരെ തുറന്ന് വിട്ടിട്ടില്ല. കാരണം വെച്ചാൽ അവരുടെ എങ്ങനെ ഇത് പെരുമാറണേന്ന് അറിയത്തില്ല. ഇവൻ പെട്ടെന്ന് ചാടിയാണ് കയറുന്നത്. അപ്പം ഞാൻ തന്നെ പുറത്ത് ഇറങ്ങി വന്ന് ഇരുന്നാലും എൻ്റെ തോളിലാണ് കൈവയ്ക്കുന്നത്. ബ്ലാക്കാണ് ഞാൻ ചോദിച്ചത് അവരോട്. അപ്പം ആദ്യം ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ തന്നത്. വന്നപ്പോഴത്തേക്ക് ഗ്രേയും കൂടെ ചേർന്നിട്ടൊരു വേറൊരു വെറൈറ്റി കളറായി. ഞങ്ങൾക്ക് നേരത്തെ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പേ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. അവൻ്റെ പേര് രാമു എന്നായിരുന്നു. അവൻ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഇതിനേക്കാൾ നല്ല ഒരാളായിരുന്നു. പിന്നെ ഞങ്ങളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എനിക്ക് ഇവനെ എടുക്കണമെന്നുള്ള ഒരു ഇത് തോന്നിയത്. രാവിലെ അവനെ കുറച്ച് നടത്തിക്കാറുണ്ട്. അത് ബെൽറ്റൊന്നും വേണ്ട, ഞങ്ങളെ കൂടെ നടന്നു വരും. ഹീൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ കൂടെ നടന്നു വരും. പിന്നെ സിറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കും. പിന്നെ ഡൗൺ എന്ന് പറഞ്ഞാൽ അവൻ കിടക്കും. സ്റ്റേ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് അവിടെ തന്നെ നിൽക്കും. കണ്ട 7 മാസമല്ല. എല്ലാവരും ചോദിക്കുന്ന വെച്ചാൽ 1 വയസ്സായോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ 7 മാസം ആയതേ ഉള്ളൂ. പിന്നെ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി എണീക്കുമ്പം ലൈറ്റ് ഇടുകയാണെങ്കിൽ അവനറിയാം ഞാൻ എണീറ്റുണ്ട്. പിന്നെ അവന് ഉടനെ തുറന്ന് വിട്ടേ പറ്റുള്ളൂ. തുറന്ന് വിട്ട് എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം കളമ്പി എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എന്തൊക്കെ ജോലി ചെയ്യുന്നത് നോക്കി. പിന്നെ തേങ്ങ തിരുകുന്നിടത്താണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഇരിക്കും. തേങ്ങയൊക്കെ തിരുകണയൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. പിന്നെ ഇവനെ ഞങ്ങൾ കേനോൺ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ കെയർ-ഓഫിലാണ് കൊടുത്തിരുന്നത് ട്രെയിനിങ്ങിന്. അത് 2 മാസത്തോളം അവനെ ഞാൻ ട്രെയിനിങ്ങിന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റും അവർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പോയിട്ട് നമുക്ക് കുറച്ച് ട്രെയിനിങ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കറക്റ്റായിട്ട് പിന്നെ ഡെയിലി ഇവിടെ വന്നിട്ട് ട്രെയിനിങ് ചെയ്ത് സാറ് പറഞ്ഞു ഇവിടെ വന്നിട്ട് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. രാവിലെ മോർണിംഗിലാണ് ഞാൻ അവനെ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈവനിങ്ങിന് രാത്രി ആകുമ്പോഴത്തേക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഈ മോർണിംഗിൽ തന്നെ ഞാൻ ട്രെയിനിങ് ചെയ്യുന്നത്. 2 മാസത്തേക്ക് അവനെ കൊണ്ട് ആക്കിയപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. കാരണം വെച്ചാൽ ഇനി അവൻ അവിടെ നിൽക്കുമോ ഇല്ലയോ, അവരെല്ലാം പറഞ്ഞാൽ കേൾക്കുമോ, ആഹാരം കറക്റ്റായിട്ട് കൊടുക്കുമോ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അവർ നല്ല രീതിയിൽ ചെയ്തു. പിന്നെ 2 മാസം കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് അവന് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ നമ്മളെ കാണാതിരുന്ന് കണ്ടപ്പോഴത്തേക്കുള്ള ആ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ കൂടെ നിന്ന് പിന്നെ സാറ് പറയുന്ന ട്രെയിനിങ് എല്ലാം അവിടെ വെച്ച് തന്നെ ഞാൻ ചെയ്യിപ്പിച്ചു. എല്ലാം കറക്റ്റായിട്ട് അവൻ ചെയ്തു. ഫാമിലി ഡോഗായിട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്കിപ്പം ഗാർഡിയനായിട്ട് കൂടെ എപ്പോഴും അവൻ വേണം, എന്നെ എവിടെ പോയാലും വേണം. അതിനു വേണ്ടിയാണ് ട്രെയിനിങ്ങിന് തന്നെ വിട്ടത്. പിന്നെ ഞാൻ ചില സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഒരു ധൈര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവൻ ഉണ്ട്, എനിക്ക് വേറെ ആരും പ്രൊട്ടക്ഷൻ വേണ്ട എന്നുള്ള ഒരിതാണ് അവനെപ്പോഴും. വിശ്വസിക്കാൻ പറ്റുന്നത് ഒരാളേ ഉള്ളൂ. ഇവരെ ഡോഗ്സിന് മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ.